ഷൊർണൂരിൽ നിന്നും തൃശൂരിലേക്കുള്ള റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിൽ. മണ്ണ് വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനുമിടയിൽ അകമല റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. നിലമ്പൂർ റോഡിൽ നിന്നും കോട്ടയത്തേക്കുള്ള ട്രെയിൻ 3.5 മണിക്കൂർ വൈകി ഓടുകയാണ്. കന്യാകുമാരി വിവേക് എക്സ്പ്രസ് 8 മണിക്കൂർ വൈകി ഓടുന്നു. ശരത്ത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ശരത്ത്, മണ്ണിടിഞ്ഞ് ട്രാക്കിലേക്ക് വീണതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. നിലവിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ് എന്നാണ് റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ മണ്ണ് പൂർണ്ണമായും മാറ്റുകയും ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിക്കും എന്നാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുന്നത്. ഇതിനകത്ത് ഷൊർണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ഗതാഗതമാണ് പൂർണ്ണമായും സ്തംഭിച്ച നിലയിലുള്ളത്. പ്രധാനമായിട്ടും 3 ട്രെയിനുകൾ, അതായത് വൈകിട്ട് 3 മണിക്ക് ഷൊർണൂരിൽ നിന്നും പുറപ്പെടേണ്ട ഗരീബ് രഥ് എക്സ്പ്രസ് മുതൽ കോട്ടയം എക്സ്പ്രസ് ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ നിലവിൽ ഷൊർണൂർ ബി ക്യാബനിലോ വെള്ളത്തോൾ നഗറിലോ ആയിട്ട് പിടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്റർസിറ്റി എക്സ്പ്രസ് അതിൽ വരുന്നുണ്ട്. ഒരുപാട് എറണാകുളത്തേക്ക് നിത്യേന കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ട്രെയിനാണ് ഇന്റർസിറ്റി എക്സ്പ്രസ്. ഇന്റർസിറ്റി ഇത്തരത്തിൽ പിടിച്ചിട്ടൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ വന്ദേ ഭാരതിനെ കടത്തിവിട്ടിട്ടുണ്ട്. വന്ദേ ഭാരതും വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വന്ദേ ഭാരതിനെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് പല ട്രെയിനുകളും പല സ്റ്റേഷനുകളിലായിട്ട്, അതായത് ഷൊർണൂരിലേക്ക് എത്തുന്നതിന് മുമ്പെയുള്ള പല സ്റ്റേഷനുകളിലായിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ഡിവിഷൻ TROന്റെ അറിയിപ്പ് പ്രകാരം ഒരു പാസഞ്ചർ ട്രെയിനും ഒരു എക്സ്പ്രസ് ട്രെയിനും മാത്രമാണ് ഇത്തരത്തിൽ പിടിച്ചിട്ടുള്ളത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും അവിടെയുള്ള ആളുകളും പറയുന്നു നിരവധി ട്രെയിനുകൾ ഇത്തരത്തിൽ പല മേഖലകളിലായി പിടിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ പ്രളയ സമയത്ത് കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ ഒരു പ്രദേശത്ത് നിന്നാണ് ഇത്തരത്തിൽ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുള്ളത്. അവിടെ സംരക്ഷണ ഭിത്തി ഒരുക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുണ്ടായിട്ടുള്ളത്. തിരിച്ച് തൃശ്ശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോകുന്ന ട്രെയിനുകൾ സംബന്ധിച്ചും വലിയ കാലതാമസം സംഭവിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഷൊർണൂരിൽ നിന്നും തൃശ്ശൂരിലേക്കുള്ള ട്രെയിൻ ഗതാഗതം ഏതാണ്ട് കഴിഞ്ഞ 3-3.5 മണിക്കൂറായിട്ട് പൂർണ്ണമായിട്ടും നിലച്ച അവസ്ഥയിലാണ്.